കാര്യം ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇത് ഒതുക്കണമെന്ന് വിചാരിക്കുന്നു. പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാതാവിൻ്റെ ഇടപെടൽ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ്. ഞാനങ്ങനെ ഒരു മാതാവിനോട് ഭക്തി കൂടുതലുള്ള ആളല്ല. എനിക്ക് എന്തുകൊണ്ടോ അതിൽ വളരാൻ ഭയങ്കര തടസ്സമാണ്. ഒരുപക്ഷെ എൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എങ്കിലും പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം. കുടുംബജീവിതത്തിന്റെ മേഖലകളിലാണെങ്കിലും വ്യക്തിജീവിതത്തിന്റെ മേഖലകളിലാണെങ്കിലും വലിയ അത്ഭുതകരമായ ഇടപെടലാണ് പരിശുദ്ധ അമ്മയിലൂടെ സംഭവിച്ചത്. അതൊരു സാക്ഷ്യം പോലെ ഞാൻ പറയുവാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പൈശാചിക ശക്തികൾ നമ്മളെ വെറുപ്പ്, അസൂയ, നീരസം തുടങ്ങി നമ്മളിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ദേഷ്യം കയറി വരാം, വെറുപ്പ് കയറി വരാം, നമുക്ക് അസഹിഷ്ണുതരാവാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കും. നമ്മുടെ മാനസിക തലത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കുറയുന്നതിന് വേണ്ടി ജപമാല പ്രാർത്ഥനകൾ നമ്മളെ വളരെയധികം സഹായിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ദേഷ്യം വെറുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ അത് നിങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശക്തമാണ്. നമ്മുടെ രാത്രികളിലെ സന്ധ്യാപ്രാർത്ഥനകൾ വളരെ ശക്തമേറിയ ഒരു സംരക്ഷണമാണ് നമുക്ക് തരുന്നത്. നമുക്കതിൻ്റെ ഡിവൈൻ സൈഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ സൈഡ് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആത്മീയമായ ഒരു നമ്മൾ ചെയ്തു വരുന്ന ക്രിയകളുണ്ടല്ലോ അതിനെയൊന്നും ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലും അങ്ങനെ ഞാനങ്ങനെ എടുത്ത് പറയാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അത് ഇല്ലാത്ത കാലഘട്ടത്തിൽ ആത്മീയതയിൽ പോലും മനുഷ്യർക്ക് തെറ്റുപറ്റും. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് തന്നെയാണോ ഒരു സംഗതി എന്ന് അറിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലിയതിന് ശേഷമേ നമുക്കൊരു തോട്ട് പോലും അത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ചില ആത്മീയ ചിന്തകൾ ദൈവത്തിൽ നിന്ന് വരുന്നത് പോലെ തോന്നിയിട്ട് ചിലപ്പോൾ അത് പിശാചിന്റെ നമ്മുടെ ഒരു പ്രലോഭനമായി മാറാം. അപ്പം പ്രത്യേകിച്ച് വലിയൊരു ആത്മീയ തത്വമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജപമാല പ്രാർത്ഥനയുടെ ഒരു ശക്തി. എങ്കിലും എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്ത് വളരെ ശക്തമേറിയ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സംഗതിയായിട്ട് ജപമാല പ്രാർത്ഥന മാറിയിട്ടുണ്ട്. മാതാവിനോടുള്ള ഭക്തി, മാതാവിൻ്റെ പേരിൽ തന്നെ ഒത്തിരി നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് കരുതിയാൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നാൽ ഒരു ആത്മാവ് സുരക്ഷിതമാകുമെന്ന് അറിയാവുന്ന ഒരു പൈശാചികമായ ഒരു ശക്തി, അതായത് പൈശാചികമായ ഒരു ലോകം പരിശുദ്ധ അമ്മയുടെ ആ ഭക്തിയിൽ തന്നെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നാൽ നമ്മുടെ സോള് വളരെയധികം സുരക്ഷിതത്വം ഉണ്ടാകുന്ന ഒന്നായി മാറും. അതായത് നമ്മൾ സേഫ് ആയിരിക്കും മാതാവിൻ്റെ അടുത്ത്. ജപമാല പ്രാർത്ഥനയുടെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും ഓർക്കണം. പൈശാചിക ശക്തികൾക്ക് ഈ ഇപ്പോൾ വെറുതെ വരുന്ന വൈകാരിക തലത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെറുപ്പ്, ദേഷ്യം, നീരസം, തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിലൊരു ഈവിൾ സ്പിരിറ്റിന്റെ ഒരു സ്വാധീനം ഉണ്ടാകാതെ ശരിയായ രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് തെറ്റുപറ്റാതെ ഇരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് എന്നോട് പറഞ്ഞു, അവിടെ ഒരു പള്ളിയിൽ ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് മാതാവിൻ്റെ, അപ്പോൾ നീ പോകണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോകാനൊന്നും തീരുമാനിച്ചില്ല. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വളരെയധികം ഉണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അങ്ങനെ പറയാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ഇരുട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാതാവിൻ്റെ മാതൃഭക്തി അല്ലെങ്കിൽ മാതാവിനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥനയ്ക്ക് അതെങ്ങനെ ആ ഇരുട്ട് ഇല്ലാതായി എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന തരത്തിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല നമ്മളെ സഹായിക്കുന്നുണ്ട്. അമ്മയുടെ എളിമ എന്ന പുണ്യമാണ് അമ്മയെ കൃപ നിറഞ്ഞവളാക്കി മാറ്റിയത്. ഒരു ജീവിതം തന്നെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ദൈവത്തെ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് വിചാരിക്കാം, സ്പിരിച്വാലിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ആത്മീയ തലങ്ങളോ പൈശാചികലോ ഒന്നും അറിയില്ലെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും വേണ്ട, മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുമ്പോൾ, ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ മാതാവ് ഈശോയിലേക്ക് എല്ലാ നിങ്ങളുടെ പ്രശ്നങ്ങളെയും കൊടുക്കുമ്പോൾ ആ മാതാവിന്റെ മധ്യസ്ഥം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം നടത്തും. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ശരികൾ ചെയ്യും. നമുക്ക് അത് ഇതാണ് പോകേണ്ട വഴി എന്ന് അറിയണമെന്നില്ല. പക്ഷെ മാതാവിന്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാൽ നമുക്ക് കൃത്യമായിട്ട് വഴികളിലേക്ക് പോകാൻ സാധിക്കും. ഒരു തീരുമാനം തെറ്റാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത് തെറ്റാതിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. എളിമയുള്ളവരാകാതെ ദൈവകൃപ നമ്മളിലേക്ക് വരില്ലേ. ഇപ്പൊ നിങ്ങൾ എന്ത് കേട്ടാലും അറിഞ്ഞാലും കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ തലച്ചോറിലൊരു ഏതൊരു കാര്യം കേൾക്കുമ്പോഴും ഒരു ഇമോഷൻ ഉണ്ടാവും. ഇതെന്റെ ജീവിതത്തെ കുറിച്ചാണല്ലോ, ഇതെന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ടിയാണല്ലോ എന്നൊക്കെ കുറച്ചു നേരത്തേക്ക് ഒരു തോന്നലുണ്ടാവും.
അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അതേ മനുഷ്യർ തന്നെയാണ്. അപ്പം അതിലല്ല കാര്യം. ഒരു വ്യക്തിക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പം ഞാനെന്നോ മറ്റാരോട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 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 ഹെൽപ്പായി തോന്നുമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് എത്തുന്ന പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തണം. എൻ്റെ തുടക്കവും മാതാവിനോട് പ്രാർത്ഥിച്ചാണ്. പക്ഷെ എൻ്റെ ചില പേഴ്സണൽ ഇഷ്യൂസ് മൂലം എനിക്ക് മാതാവിനോടുള്ള ഭക്തിയിൽ ഭയങ്കര ഒരു ക്രൈസിസ് നേരിട്ടിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. മുന്നേ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2017 ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ധ്യാനത്തിന് പോയതാണ്. ഒരു വഴിയില്ലാതെ ധ്യാനത്തിന് പോയതാണ്. പക്ഷെ എനിക്ക് മാതാവിനോട് ഭക്തി ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിങ്ങനെ മറ്റു ചില സഭാവിഭാഗം പറയുന്നത് കേട്ട് മാതാവിനെ കുറിച്ച് എനിക്ക് കൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്കങ്ങനെ മാതാവില്ലാതെയും ഈശോയിലേക്ക് എത്താം എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തി. ഞാൻ കോൺവെന്റ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് മാതാവിനെ കുറിച്ച് എനിക്ക് അറിയാമെങ്കിലും ഈ ചിന്തകൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. പക്ഷെ എനിക്കൊരു വിഷൻ ഉണ്ടാവുകയാണ്. എൻ്റെ അനുഭവമാണ് കേട്ടോ, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. ഞാനിങ്ങനെ മാതാവിനെ കാണുകയാണ്. മാതാവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മാതാവിന് പുറകിലായിട്ട് സ്വർഗവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരും സ്വർഗത്തിൻ്റെ ഒരു പിക്ചറുണ്ട്. പക്ഷെ മാതാവ് അകം അതാണെങ്കിൽ നമ്മുടെ കയറി വരുന്ന വാതിലിൻ്റെ അവിടെ മാതാവ് നിൽക്കുവാണ്. മാതാവിനോട് കോംപ്രമൈസ് ആവാതെ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് എനിക്കൊരു എക്സ്പീരിയൻസ് ആണ് അന്ന് ഉണ്ടായത്. നീ എൻ്റെ അമ്മയോട് അനുവാദം ചോദിക്കുക, അല്ലെങ്കിൽ നീ എൻ്റെ അമ്മയോട് സംസാരിക്കുക ആദ്യം, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് ഈശോ പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അത്. പക്ഷെ ഒരിക്കലും മാതാവിൻ്റെമായിട്ടുള്ള അനുഭവങ്ങളിൽ മാതാവിൽ തന്നെ ഒരാളെയും പിടിച്ചു നിർത്തി ഞാൻ കണ്ടിട്ടില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എത്രയും പെട്ടെന്ന് ഈശോയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ചെയ്യുക. എൻ്റെ മകൻ അവിടെയുണ്ട്, നീ അങ്ങോട്ട് പോവുക, അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ പരിശുദ്ധ അമ്മ ഈ ഒരു കാലഘട്ടത്തിൽ ജപമാല പ്രാർത്ഥന വളരെ ശക്തമാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വളരെയധികം ഇത്രയും നാളത്തെ ഒരു ലൈഫിൽ ഇല്ലാതിരുന്നതിനേക്കാൾ കൂടുതൽ ജപമാലയുടെ ഒരു ശക്തി സഹായം ആവശ്യമുള്ളൊരു കാലഘട്ടമാണിത്. എല്ലാ തരത്തിലും പൈശാചികമായ ഒരു കാര്യങ്ങൾക്ക് വളരെയധികം ശക്തി കൂടി വരുന്ന സമയത്ത് അതിനോട് പൊരുതാനുള്ള ഏറ്റവും ശക്തമായ ആയുധം ജപമാല പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള നിങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, ജോലി മേഖലയൊക്കെ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മാതാവ് യേശുവിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നതെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് പൈശാചിക ലോകത്തിനെതിരെയുള്ള ഒരു പ്രത്യേക ശക്തി ഉണ്ട്. അപ്പം അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മളെ കെട്ടിയിടുന്നത് മാതാവിൻ്റെ ആ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അപ്പം ജപമാല പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. എളിമയില്ലാതെ ദൈവകൃപ നമ്മളിലേക്ക് വരില്ല. ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പുറമെ എങ്ങനെയാണ് എന്നുള്ളതല്ല, എളിമയില്ലാത്ത ഒരു ജീവിതത്തിലോ ഒരു വ്യക്തിയിലോ ദൈവത്തിന്റെ ശക്തിക്ക് പ്രവർത്തിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഡിവൈൻ എനർജി അതിലേക്ക് വരത്തില്ല. അപ്പം അതുകൊണ്ട് എളിമ ഉണ്ടായിരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ നമ്മളിലും പരിശുദ്ധ അമ്മയെ പോലെ എളിമ നിറയും. അപ്പോൾ ദൈവകൃപ നമ്മളിൽ വരും. ഇനി ദൈവഹിതം അനുസരിച്ച് നമ്മുടെ ജീവിതം പ്രവർത്തിക്കണമെങ്കിലും നമ്മൾ എളിമപ്പെടണം. അപ്പോൾ എളിമ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പൈശാചിക ശക്തികൾക്ക് കൂടുതൽ എളുപ്പമാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. എളിമയുള്ളവരായിരിക്കണം. അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ കട്ടിയുള്ള ഭക്ഷണം കഴിക്കേണ്ട സമയം ആയിട്ടില്ല നമുക്കെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ആത്മീയതയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. പരിശുദ്ധ അമ്മയുമായിട്ട് നിങ്ങൾ കോംപ്രമൈസിലെത്തുക, സംസാരിച്ച് ഒരു ആത്മീയ അടുപ്പത്തിലെത്തുക. അവിടുന്ന് അങ്ങോട്ട് മാതാവ് തന്നെ നിങ്ങളെ കൈപിടിച്ച് യേശുവിലേക്ക് നയിക്കും. മാതാവിൻ്റെ കൈപിടിച്ചാണ് നിങ്ങൾ യേശുവിൻ്റെ ഒപ്പം നടക്കുന്നതെങ്കിൽ എളിമയോട് കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പഴയ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലെങ്കിലും അവർ ജപമാല ചൊല്ലും, കുടുംബ പ്രാർത്ഥന ചൊല്ലും, അല്ലെങ്കിൽ മാതാവേ എന്നടക്കെ വിളിക്കും അല്ലേ. ആ ഒരൊറ്റ കാര്യം മതി ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. മാതാവിനോടുള്ള മാധ്യസ്ഥ ശക്തി ഞാൻ ഈ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു കാലഘട്ടത്തിൽ ആ മാതാവായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ എൻ്റെ വലിയ ക്രൈസിസുകൾ പോലും മാറിയത് പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥ ശക്തിയിലാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും ഓർക്കണം. ഏതൊരു കാര്യത്തിനും നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ ഒരു സംരക്ഷണം കിട്ടണമെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ പൈശാചിക ശക്തികൾക്ക് ശക്തമായിട്ട് നമ്മുടെ ലൈഫിൽ ഇടപെടാൻ പറ്റില്ല. ജപമാലയുള്ളവനോട് പിശാചിന് അങ്ങനെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ജപമാല പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. എന്തെങ്കിലും ഒരു തടസ്സമോ എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിക്കുക. ഏറ്റവും സിമ്പിളായ പ്രാർത്ഥനയാണെങ്കിലും സഭയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഒരു പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.